കുവൈത്ത് അബ്ബാസിയയിലെ തീപിടുത്തത്തിൽ 4 മലയാളി കുടുംബം മരിച്ചതിൽ ഫോറൻസിക് നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ നാളെയോടെ നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ തീപിടിച്ച് മരണപ്പെട്ട 4 കുടുംബത്തിന്റെ ഫോറൻസിക് നടപടികൾ പൂർത്തിയായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെയോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എസിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കുവൈത്തിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരിച്ച മാത്യു. ലിനി എബ്രഹാം അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. മകൻ ഐസക് ഭവൻസ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും ഐറിൻ ഇതേ സ്കൂളിലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. നാട്ടിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇവർ അവധി കഴിഞ്ഞ് കുവൈത്തിൽ തിരിച്ചെത്തിയത്. തീപിടുത്തം കണ്ടയുടനെ കെട്ടിടത്തിൽ നിന്നുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ഫ്ളാറ്റിലും മുട്ടിയിരുന്നു. തുടർന്ന് വാതിൽ തുറന്ന മാത്യു കുടുംബത്തെ വിളിക്കുവാൻ അകത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ എല്ലാവരും താഴെ എത്തിയിട്ടും ഇവരുടെ കുടുംബത്തെ കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഒരു 9:20 കൂടിയിട്ടാണ് സംഭവം ഉണ്ടായത്. പെട്ടെന്ന് 2ാമത്തെ നിലയിലൊരു തീപിടുത്തം എന്ന രീതിയിൽ കണ്ടത്. അന്ന് ഈ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിലെ ആളുകളും തൊട്ടടുത്തുള്ള ആളുകളും നേരെ കോണി വഴി എല്ലാ നിലയിലുള്ള ആളുകൾക്ക് വിവരം കൊടുത്ത് എല്ലാവരെയും നമ്മൾ പരമാവധി എത്തിക്കാൻ സാധിച്ചു. പക്ഷേ കടുത്ത പുകയും അതുപോലെ തന്നെ ശ്വാസം മുട്ടലാണ് നമ്മളെല്ലാം ആ പ്രവർത്തനത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം ഈ കുടുംബം പുറത്തെത്തിയെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കുറേ കഴിഞ്ഞപ്പോഴാണ് 4 പേരും ഇതിനകത്ത് കുടുങ്ങി കിടക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ അവധി കഴിഞ്ഞ് ഇന്നലെ ഇവിടെ വന്നിട്ടാണ്, അപ്പോൾ നേരത്തെ കിടന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചു. പക്ഷേ മിസ്റ്റർ മാത്യു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നമ്മൾ മിസ്റ്റർ ജീബുവിൻ്റെ അടുത്ത നിവാസിയാണ്. അദ്ദേഹം വാതിൽ കൊട്ടിയതെല്ലാം പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് അറിയില്ല. നമുക്കെല്ലാം പ്രയാസം ഉണ്ടായിരുന്ന സംഭവമാണ്. പക്ഷേ കുറച്ചുകൂടി വൈകിട്ടാണെങ്കിൽ വലിയൊരു ദുരന്തം അത് ഒഴിവായി എന്ന് ആശ്വസിക്കാം. ഇതാണ് പൊതുവായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുവൈത്തിൽ ചൂട് കൂടിയതോടെ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ പതിവാണ്. ആഴ്ചകൾക്ക് മുമ്പ് മംഗഫിൽ നടന്ന തീപിടുത്തത്തിൽ 24 മലയാളികൾ അടക്കം 49 പേരാണ് മരണപ്പെട്ടത്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.